ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആപ്പയോട്ടോ അതുപോലെ തന്നെ ബജാജിൻ്റെ കുട്ടി ഡീസൽ, ഇതിലേത് വണ്ടിയാണ് നമ്മൾ എടുക്കേണ്ടത്, ഏത് വണ്ടിയാണ് നല്ലത്, ഈ രണ്ട് വണ്ടിക്കുമുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ഓട്ടോ ഫീൽഡിലേക്ക് വരാനിരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. നിങ്ങൾക്ക് എന്തായാലും ഒരു സംശയം ഉണ്ടാവും, ആപ്പ എടുക്കണോ കുട്ടി ഡീസൽ എടുക്കണോ എന്നുള്ളത്. നിങ്ങൾ കുറേ സംശയങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർന്നു കിട്ടും. അപ്പോൾ നമുക്ക് ഈ രണ്ട് വണ്ടികളുടെയും ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് നോക്കാം. എനിക്ക് ആദ്യം കുട്ടി ഡീസലായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു 3 വർഷത്തോളം ഓടിച്ചതിന് ശേഷമാണ് ഞാൻ ആപ്പ എടുത്തത്. അപ്പോൾ എനിക്ക് ഈ രണ്ട് വണ്ടിയിലും വ്യത്യാസമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് പേപ്പർ വർക്കുകളെ പറ്റി ഒന്ന് നോക്കാം. ചിലർക്കൊരു സംശയം ഉണ്ടാവും, ആപ്പ വലിയ വണ്ടിയല്ലേ, അതുകൊണ്ട് പേപ്പറിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ, ഇൻഷുറൻസ് കൂടുമോ, ടാക്സ് കൂടുമോ എന്നൊക്കെ. എന്നാൽ അങ്ങനെയില്ല. രണ്ട് വണ്ടിക്കും ഇൻഷുറൻസും ടാക്സും എല്ലാം ഒരുപോലെ തന്നെയാണ്, പെർമിറ്റും എല്ലാം ഒരുപോലെ തന്നെയാണ്. അതിലൊന്നും ഒരു വ്യത്യാസമില്ല. രണ്ട് വണ്ടീൻ്റെയും പേപ്പർ വർക്കുകളെല്ലാം ഒരുപോലെ തന്നെയാണ് നടക്കുന്നത്. ഇനി നമുക്ക് ബോഡിയും ഇൻറ്റീരിയറും ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പുതിയ ഒരു ആപ്പയായാലും അല്ലെങ്കിൽ കുട്ടി ഡീസലായാലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബോഡി പണി എടുക്കുമ്പോൾ വരുന്ന പൈസ അത് നമ്മൾ എടുക്കുന്ന പോലെ ഉണ്ടാവും. രണ്ട് വണ്ടിക്കും ചെറിയ ചിലവിലും എടുക്കാം, അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ബോഡി പണി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അത് നമ്മൾ പണി എടുപ്പിക്കുന്നതിനനുസരിച്ചായിരിക്കും ബോഡി പണീൻ്റെ പൈസ വരുന്നത്. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോഴുള്ള സ്പേസും കാര്യങ്ങളും കൂടുതൽ കിട്ടുന്നത് ആപ്പയ്ക്കായിരിക്കും. അപ്പം അവിടെ ഈ രണ്ട് വണ്ടിയും തമ്മിൽ വലിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരു കുട്ടി ഡീസൽ ഓടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മൾ ഈ കാലൊക്കെ തട്ടുന്ന ഒരു പ്രശ്നം വരും, നമ്മൾ ഡാഷ്ബോർഡിൽ ഈ കാല് തട്ടുന്ന ഒരു പ്രശ്നം വരും. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ചെരിഞ്ഞിരിക്കേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തിരുന്നു കുട്ടി ഡീസലിൽ. അതൊരു കാരണമാണ് ഞാൻ ഈ ആപ്പ എടുക്കാനുള്ളത്. അതുപോലെ തന്നെ ബേക്കിലായാലും പാസഞ്ചറിനായാലും നല്ലൊരു ലെഗ് റൂം നമുക്ക് ആപ്പ ഓട്ടോയിൽ കിട്ടുന്നുണ്ട്. കുട്ടി ഡീസലിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലെഗ് റൂം വളരെ കുറവാണ്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകാനാണെങ്കിലും ആപ്പയ്ക്ക് ബേക്കിലായാലും അതുപോലെ തന്നെ സെൻറ്ററിലായാലും ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. കുട്ടി ഡീസലിനെ അപേക്ഷിച്ചിട്ട് ആപ്പയ്ക്ക് ഈ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ ഈ ലെഗ് സ്പേസിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഗ്ലാസ് ഏരിയയിലും നല്ല വ്യത്യാസമുണ്ട്. കുട്ടി ഡീസലിൻ്റെ ഗ്ലാസ് കുറച്ച് നല്ലോണം അടുത്ത് നിൽക്കുന്നതായിട്ട്, നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് ഗ്ലാസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു കാര്യം ആപ്പയിൽ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് കുറച്ച് ലോങ് ആയിരിക്കും. നമുക്ക് അത്യാവശ്യം ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു സ്പേസ്, ഗ്ലാസ്സിന് നല്ലൊരു സ്പേസ് അവിടെ അതും നമുക്ക് കാണാൻ പറ്റും. അത് വണ്ടീൻ്റെ മൊത്തത്തിലുള്ള ഒരു വലിപ്പത്തിൻ്റെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ ഒന്ന് ബോഡി പണിയൊക്കെ എടുപ്പിച്ച് ഒരു നല്ല സെറ്റൊക്കെ വെച്ച് ഒരു ചെറിയ സബ്ബൊക്കെ മേടിച്ച് വെച്ച് അടിപൊളിയായിട്ട് പാട്ടൊക്കെ കേട്ട് പോകാനുള്ള ഒരു ഉദ്ദേശമാണെങ്കിൽ അതിനെനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ബെറ്റർ കുട്ടി ഡീസലായിരിക്കും. നമ്മുടെ സ്പീക്കറൊക്കെ നമുക്ക് സീറ്റിൻ്റെ ബേക്കിൽ സീറ്റ് അയച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഭദ്രമായിട്ടിരുന്നോളും, വേറെ ഒരു പ്രശ്നവും അവിടെ ഉണ്ടാവാനില്ല. പക്ഷേ ആ ഒരു കാര്യത്തിൽ നമ്മൾ ആപ്പ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പീക്കർ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് നമുക്ക് ബേക്കിൽ വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബേക്കിൽ സ്പേസ് കുറയും, ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഈ ഭാഗത്തായിട്ട് ബെർത്ത് അടിച്ചിട്ട് നമുക്ക് സ്പീക്കർ വെക്കാൻ പറ്റും. പക്ഷേ അതിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച വർക്കിംഗ് കിട്ടുന്ന ഒരു സബ്ബോ ഒരു സ്പീക്കറോ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബേക്കിൽ തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്പീക്കർ അവിടെ ഒരു സ്പേസ് പോകുന്നതായിട്ട് ഒരു പ്രശ്നം വരും. ഇനി നമ്മൾ എഞ്ചിൻ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ രണ്ടും സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. ഏതാണ്ട് ഒരേ പെർഫോമൻസ് തന്നെ രണ്ട് എഞ്ചിനും ഉണ്ട്. പക്ഷേ ഒരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആപ്പയോട്ടോ ആണെങ്കിൽ അതിൽ നമുക്ക് സിലിണ്ടറിൻ്റെ പണി സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. പക്ഷെ ബജാജിൽ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ആപ്പയ്ക്ക് നമുക്ക് പുതിയ സിലിണ്ടർ മാത്രം മാറാൻ സാധിക്കും. പക്ഷെ ബജാജിൽ അത് നടക്കില്ല. ബജാജിൻ്റെ സിലിണ്ടർ നമ്മൾ പുതിയതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എൻജിൻ കേസ് അടക്കം മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ ബജാജിൻ്റെ സിലിണ്ടർ ബോർ ചെയ്യിക്കാനാണെങ്കിലും നമ്മൾ എൻജിൻ മുഴുവനായിട്ടും ഇറക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ആ ഒരു കാര്യത്തിൽ ആപ്പയാണ് ഒന്നും കൂടെ ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ സിലിണ്ടറിൻ്റെ പണി മാത്രം നമുക്ക് എടുക്കാം, അത് പുതിയ സിലിണ്ടർ മേടിച്ചിടാം. അങ്ങനെ ഒരു ഓപ്ഷൻ ആപ്പയ്ക്കുണ്ട്. പിന്നെ ആപ്പയ്ക്ക് ഹൗസിങ്, ഗിയർ ബോക്സ്, ക്ലച്ച്, ഇത് മൂന്നും ഒരു കേസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് മൂന്നിനും കൂടെ ഒരു ഓയിൽ ഗേജിൽ നമുക്ക് ഓയിൽ നോക്കിയാൽ മതി. പക്ഷേ കുട്ടി ഡീസലിൻ്റെ കാര്യത്തിൽ ഇതിലും വ്യത്യാസമുണ്ട്. കുട്ടി ഡീസലിൻ്റെ ക്ലച്ച് മാറ്റാണ്, ഡ്രൈ ക്ലച്ചാണ് കുട്ടി ഡീസലിന് വരുന്നത്. ഹൗസിങ്ങും ഗിയർ ബോക്സും സെപ്പറേറ്റ് ഓയിലും ഉണ്ട്. ഇനി നമ്മൾ സ്പെയർ പാർട്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് സ്പെയർ പാർട്സിൽ കൂടുതലും കുട്ടി ഡീസലിൻ്റെ സാധനങ്ങൾക്കാണ് വില കൂടുതലുള്ളത്. ആപ്പേൻ്റെ സ്പെയർ പാർട്സുകൾക്ക് മൊത്തത്തിൽ വില കുറവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേബിളുകൾക്കാണെങ്കിൽ പോലും കുട്ടി ഡീസലിൻ്റെ കേബിളിൻ്റെ പകുതി പൈസയാണ് ആപ്പേൻ്റെ കേബിളിന് വരുന്നുള്ളൂ. പക്ഷേ ബാറ്ററി, ടയർ ഒക്കെ വരുമ്പോഴത്തേനും നല്ല വ്യത്യാസം ആപ്പയ്ക്ക് കൂടുതൽ വരുന്നുണ്ട്. ഈ ടയറിൻ്റെ ബാറ്ററീൻ്റെ ഒക്കെ കാര്യത്തിൽ ആപ്പയ്ക്കാണ് കൂടുതൽ പൈസ വരുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കുട്ടി ഡീസലിൻ്റെ ക്ലച്ചിൻ്റെ പണി എടുക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 4000 രൂപയെങ്കിലും വേണ്ടി വരും. പക്ഷേ ഈ കുട്ടി ഡീസലിൻ്റെ ക്ലച്ച് നമ്മൾ 4000 രൂപ എടുത്ത് പണി എടുപ്പിച്ചാൽ നമുക്ക് ഒരുപാട് കിലോമീറ്റർ ഓടിക്കാൻ പറ്റും. പക്ഷേ ആപ്പേൻ്റെ ക്ലച്ചിന് ഒരു പ്രത്യേകത ഉണ്ട്.
നമുക്കൊരു സർവീസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ക്ലച്ചിൻ്റെ പണിയെടുത്ത് പോകാം. പക്ഷേ ആപ്പേൻ്റെ ക്ലച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ ടയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുട്ടി ഡീസലിൻ്റെ ടയർ നമുക്കൊരു 900 രൂപ മുതൽ കിട്ടും. ആപ്പേൻ്റെ ടയർ ഏറ്റവും കുറഞ്ഞത് ഒരു 1600 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. പക്ഷേ അന്നേരം ടയറിന് വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. പിന്നെ റീസോൾ ചെയ്യുന്ന കാര്യത്തിലായാലും കുട്ടി ഡീസലിന് 600 രൂപയ്ക്ക് റീസോൾ ചെയ്യാൻ പറ്റും. ആപ്പയ്ക്ക് വരുമ്പോഴത്തേന് അത് 900 രൂപ വരും. അപ്പോൾ ആ ഒരു വ്യത്യാസം സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിലും ഉണ്ട്. പക്ഷേ കൂടുതലായിട്ടും നമുക്ക് ഈ മെക്കാനിക്കൽ പരമായിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ വില കൂടുതൽ കുട്ടി ഡീസലിൻ്റെയാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കേബിളുകൾ നമുക്ക് സ്വന്തം മാറ്റാനാണെങ്കിലും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് കുട്ടി ഡീസലിൻ്റെയാണ്. കുട്ടി ഡീസലിൻ്റെ കേബിളുകളാണ് നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ സാധിക്കുന്നത്. ആപ്പേൻ്റെ കേബിളുകൾ മാറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒന്നുകൂടെ ബെറ്റർ കുട്ടി ഡീസലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കംപ്ലൈൻറ്റ്, നമ്മൾ വണ്ടി ഉപയോഗിക്കുന്ന പോലെയാണ് വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരിക. നമ്മൾ നല്ല രീതിയിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ വണ്ടിക്ക് 2 വണ്ടിക്കും വലിയ പ്രശ്നം വരില്ല. ഇനി മോശമായിട്ട് വളരെ റഫായിട്ടാണ് നമ്മൾ വണ്ടി കൊണ്ടു നടക്കുന്നതെങ്കിൽ 2 വണ്ടിയും കംപ്ലൈൻറ്റ് വരികയും ചെയ്യും. ഈ കംപ്ലൈൻ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് വണ്ടിക്ക് വരാറുള്ളത്. പിന്നെ ആപ്പേൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓയിൽ ചെറുതായിട്ട് കുറയും. അപ്പോൾ നമ്മളൊരു 1000 കിലോമീറ്ററൊക്കെ ഓടുമ്പം ഓയിലൊന്ന് ചെക്ക് ചെയ്യണം. എൻജിൻ ഓയിലും ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഹൗസിങ്ങിൻ്റെ ഓയിലും ചെക്ക് ചെയ്യണം. ഇത് മസ്റ്റായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ചെറിയ ലീക്കുകളും ആപ്പയ്ക്ക് കാണിക്കും. ഏതാണ്ട് എല്ലാ വണ്ടിക്കും ലീക്കുകൾ ഉണ്ടാവും. അപ്പം ഇത് ആപ്പയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ കുട്ടി ഡീസലിന് അങ്ങനെ ഓയിൽ കുറയുന്ന ഒരു പ്രശ്നം അധികമായിട്ടും വരാറില്ല. അതുപോലെ തന്നെ ഓയിൽ ലീക്കുകളും അധികം വരാറില്ല. പക്ഷേ കുട്ടി ഡീസലിന് ഓയിൽ ലീക്കുകൾ വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കണം. ആപ്പേനെ പോലെ അധിക നാൾ കൊണ്ടു നടക്കാൻ പാടില്ല. പിന്നെ കുട്ടി ഡീസലിന് ഞാൻ കണ്ട 2 പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കറക്റ്റായിട്ട് ഗ്രീസ് നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ വണ്ടിക്ക് ചെറിയ ഒച്ചപ്പാടും ബഹളം വരാൻ തുടങ്ങും. ഓടിക്കുന്ന സമയത്ത് കട്ടറൊക്കെ ചാടുന്ന സമയത്ത് ചെറിയ ചെറിയ ഒച്ചപ്പാടുകൾ വരാൻ തുടങ്ങും. അതുപോലെ തന്നെ വണ്ടീൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റണ്ണിങ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ചുരുങ്ങിയത് ഒരു 1000 കിലോമീറ്ററൊക്കെ ഓടുമ്പോഴത്തേനും ഒന്ന് ഗ്രീസ് അടിച്ചു കൊടുക്കേണ്ട ഒരു പ്രശ്നം കുട്ടി ഡീസലിന് വരുന്നുണ്ട്. പക്ഷേ ആപ്പയ്ക്ക് ആ ഒരു പ്രശ്നമില്ല. ഗ്രീസിൻ്റെ ഒരു പ്രശ്നമേ ആപ്പയ്ക്ക് വരുന്നില്ല. അത് ഞാൻ നോക്കുമ്പോൾ ആപ്പയ്ക്ക് ഒരു ഗുണമാണ്. പിന്നെ കുട്ടി ഡീസലിൽ ഞാൻ കണ്ട വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല സ്പീഡിലൊന്ന് പോയിട്ട് ഒറ്റ ചവിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ ഈ കട്ടയും പിന്നും അടിക്കുന്നൊരു പ്രശ്നമുണ്ട്. പട്ടയെന്ന് അടിക്കും. നമുക്ക് പെട്ടെന്നൊന്ന് ചവിട്ടി നിർത്താൻ പറ്റില്ല. പെട്ടെന്ന് അങ്ങനെ ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം, ഈ ഒരു കട്ടയും പിന്നും അടിക്കുന്ന പ്രശ്നം വല്ലാതെ വരും. പക്ഷേ ആപ്പേനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നമേ ഇല്ല. നമുക്ക് എത്ര സ്പീഡിൽ പോകുന്ന വണ്ടിയാണെങ്കിലും നമുക്ക് ചവിട്ടി നിർത്താൻ സാധിക്കും. കുട്ടി ഡീസൽ ഇറങ്ങുന്ന സമയത്തൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ കടന്ന് അടിക്കും. അതൊരു വല്ലാതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ആപ്പയ്ക്കും ബ്രേക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ രാവിലെ വണ്ടി എടുത്ത് പോകുമ്പോൾ ഒറ്റ ചവിട്ടങ്ങ് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് ഫ്രണ്ട് കയറി പിടിക്കുകയും നമ്മളെ തല പോയി ഗ്ലാസ്സിൽ ഇടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ആപ്പയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ കുറച്ച് നേരം ഒന്ന് ഓടിക്കഴിഞ്ഞാൽ, ഒന്ന് ലേണ്ടർ ചൂടായി കഴിഞ്ഞാൽ ആ പ്രശ്നം കാണാനുമില്ല. പിന്നെ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഈ ഒരു ചാടിപ്പിടുത്തില്ല. അപ്പോൾ ഈ ഒരു ചെറിയ പ്രശ്നം ബ്രേക്ക് ചവിട്ടുന്ന കാര്യത്തിൽ ആപ്പയ്ക്കും കാണാറുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈവിങ്ങും അതുപോലെ തന്നെ പാസഞ്ചറിൻ്റെ യാത്രാസുഖമൊക്കെ നോക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു ലെഗ് റൂമിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഗ്ലാസ് ഏരിയൻ്റെ പ്രശ്നമൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ആപ്പേനേക്കാളും എന്തുകൊണ്ടും നല്ലത് കുട്ടി ഡീസൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആപ്പ കമ്പനി വരുന്ന പോലെ തന്നെ ഇങ്ങനെ ഓടിക്കാനാണെങ്കിൽ ഭയങ്കര കുലുക്കായിരിക്കും. പിന്നെ നമ്മൾ എക്സ്ട്രാ അതിൽ ഒന്നെങ്കിൽ സ്പ്രിങ് കയറ്റേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ബാലൻസ് റോഡ് കയറ്റേണ്ടതായിട്ട് വരും. ഇത് നമുക്കൊരു എക്സ്ട്രാ ചിലവാണ്. പക്ഷേ കുട്ടി ഡീസലിൻ്റെ കാര്യത്തിൽ വരുമ്പം ഈ ഒരു പ്രശ്നമില്ല. അത്യാവശ്യം നല്ലൊരു യാത്രാസുഖം ഉള്ളൊരു വണ്ടിയാണ് കുട്ടി ഡീസൽ. അപ്പോൾ ആപ്പയ്ക്ക് നമുക്കൊരു എക്സ്ട്രാ ചിലവ് വരും. ഇപ്പോൾ ഈ സ്പ്രിങ്ങോ ബാലൻസ് റോഡോ കയറ്റിയാൽ നമുക്ക് കുലുക്കത്തിലുള്ള വ്യത്യാസം വരും. പക്ഷേ ആപ്പയ്ക്ക് കുറച്ച് സൗണ്ട് കൂടുതലാണ് കുട്ടി ഡീസലിനെ അപേക്ഷിച്ച്. ആപ്പേൻ്റെ ക്യാബിനിലേക്ക് കുറച്ച് സൗണ്ട് കയറി വരും. പക്ഷേ കുട്ടി ഡീസലിന് കുറച്ച് കുറഞ്ഞ സൗണ്ടേ പാസഞ്ചർ ക്യാബിനിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴും യാത്രാസുഖം എന്തുകൊണ്ടും നല്ലത് കുട്ടി ഡീസൽ തന്നെയാണ്. പക്ഷേ നമുക്കൊരു 3 ആളുണ്ട്, പിന്നെ ചിലർ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ഒരു അവസരങ്ങളിൽ ആപ്പയായിരിക്കും നല്ലത്. നമുക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും ആപ്പയിൽ. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ആപ്പയിൽ ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ആരെയും സഹായം കൂടാതെ ഒരു കയറിട്ടിട്ട് വലിച്ച് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ആപ്പയിൽ വലിയൊരു ഗുണമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അത് കാണിച്ചു തന്നാൽ തന്നെ കൃത്യമായിട്ടത് മനസ്സിലാവുള്ളൂ. അപ്പം ആ കാര്യം എന്താണെന്നുള്ളത് അടുത്ത വീഡിയോ വരുന്നിടം വരെ ഒരു സസ്പെൻസ് ആയിട്ട് നിൽക്കട്ടെ. പിന്നെ മൈലേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, എങ്ങനെയായാലും ഒരു പൊടിക്ക് കുട്ടി ഡീസലിന് തന്നെയായിരിക്കും മൈലേജ് കൂടുതലുണ്ടാവുക. അതിനൊരു സംശയവും വേണ്ട. മൈലേജ് കൂടുതൽ ആപ്പേനേക്കാളും കുട്ടി ഡീസലിന് തന്നെയാണ്. പക്ഷെ നമുക്ക് ആപ്പയിൽ കുറച്ച് സാധനങ്ങൾ കൂടുതൽ കൊണ്ടുപോകാം എന്നൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ആ മൈലേജിനെ നമുക്ക് അവിടെ താരതമ്യം ചെയ്യാം. പക്ഷേ പാസഞ്ചറിനെ മാത്രം എടുത്ത് ഓടാനുള്ള ഒരു ഉദ്ദേശമാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ, ഈ മൈലേജിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നു കുട്ടി ഡീസലാണ് നല്ലത്. പിന്നെ നമ്മൾ ലാസ്റ്റ് നോക്കുന്നത് വിലേൻ്റെ കാര്യമാണ്. ഇപ്പോൾ കുട്ടി ഡീസലും ആപ്പയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആപ്പയ്ക്ക് എന്തായാലും കുറച്ച് വില കൂടുതലായിരിക്കും. അത് പുതിയതെടുത്താലും സെക്കൻഡ് ഹാൻഡ് എടുത്താലും വില കൂടുതലായിരിക്കും. ഇപ്പോൾ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 50,000 രൂപയുടെ മാറ്റം ഉണ്ടാവും ആപ്പയും കുട്ടി ഡീസലും തമ്മിൽ.
സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുകയാണെങ്കിലും ഏതാണ്ട് മോഡൽ വെച്ച് എടുക്കുമ്പം ഒരു 25,000 രൂപയുടെ മാറ്റം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു 2010 നല്ലൊരു കുട്ടി ഡീസൽ എടുക്കണമെങ്കിൽ ഒരു 50,000 രൂപയുടെ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതേ സമയത്ത് ഒരു 2010 നല്ലൊരു ആപ്പ് എടുക്കണമെങ്കിൽ ഒരു 75,000 രൂപ എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഈ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും രണ്ട് വണ്ടിയും കമ്പയർ ചെയ്യുമ്പം രണ്ട് വണ്ടിക്കും അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റേതായ ദോഷങ്ങളും ഉണ്ട്. ഇപ്പം നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുക്കേണ്ടത്. ഞാൻ കുട്ടി ഡീസൽ കൊടുത്തിട്ട് ആപ്പ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഇതിലുള്ള സ്പേസ് എനിക്ക് ആവശ്യമാണ്. പിന്നെ രണ്ടാമത് എനിക്ക് ഫ്രണ്ടിൽ കാല് മുട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം ആപ്പയിലില്ല. പിന്നെ സ്പെയർ പാർട്സിൻ്റെ വില കുറവ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ആപ്പ് എടുത്തത്. അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണ് അതിനനുസരിച്ചിട്ട് ഓട്ടോ സെലക്ട് ചെയ്യുക. അതായിരിക്കും എപ്പോഴും ഉചിതം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.